ഹൃദയം മുറിയും അഴലിൽ വെന്താലും മകനേ പുറമേ കരളിലേതാലും. വാഴ സിനിമയിൽ ആ പാട്ട് പാടിയ ചേട്ടൻ, ആ ചേട്ടൻ എന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടു, ഒരു വോയിസ് ഇട്ടങ്ങനെ അഭിനന്ദിച്ചു. പാട്ട് കേട്ടു. അതുപോലെ ആ ചേട്ടൻ തന്നെ സ്റ്റോറി എടുത്തിട്ടു. അറിഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ കൂടെ നടന്നവർ നമ്മളെ മുഖത്ത് നോക്കി നെഗറ്റീവ് പറയുമ്പോൾ ഒരു വിഷമം വന്നിട്ടുണ്ട്. അത് പിന്നെ ഞാൻ കാര്യമാക്കിയില്ല. അപ്പം ഞാൻ വിചാരിച്ചാൽ അതിൻ്റെ ഇത് കഴിഞ്ഞു, ടൈം കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ കസിൻ്റെ വീട്ടിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വിക്കിത്തക്കിൻ്റെ വീഡിയോ കണ്ടത്. ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. നമുക്ക് ദൈവം ഒരുപാട് അനുഗ്രഹം ഇതുപോലെ ഉണ്ടാവട്ടെ. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം വേണം. വീട്ടുകാർക്കായാലും നമ്മൾ പ്രൗഡ് ആക്കുക. കാരണം നമ്മൾ 2 പേര് നമ്മൾ സമൂഹത്തിൽ അങ്ങോട്ട് ചെല്ലുമ്പം കുറച്ച് പേര് നമ്മൾ തിരിച്ചറിയില്ല. ഇങ്ങനെ ഒരു അങ്കിള് എന്നെ ഏറ്റവും അറിയാവുന്നതാണ്. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. പുള്ളി പറഞ്ഞ് ഞാൻ ഈ ഫോളോവേഴ്സും അതുപോലെ ഈ വ്യൂസൊക്കെ ഒപ്പിക്കുന്നത് പൈസ കൊടുത്താണ്, അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ട് കിട്ടത്തില്ല എന്നെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. പക്ഷെ ആ ടൈമിൽ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ കുറച്ച് വളരുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ വീഡിയോ ഞാൻ എന്ത് വീഡിയോ ചെയ്തിട്ടായാലും എഡിറ്റ് ചെയ്തിട്ടായാലും അമ്മ ഒന്ന് കാണിക്കും. അമ്മയാണ് ഫൈനൽ അപ്രൂവൽ തരുന്ന ആള്. ഞാൻ ഇടും. ചെയ്യാം നമ്മുടെ ചാനല്, നമ്മുടെ ഇഷ്ടം, നമ്മളെല്ലാം പാട്ട് പാടുന്നു, അത്രയേ ഉള്ളൂ. പറയുന്നവരൊക്കെ പറഞ്ഞിട്ട് നോക്കൂ. പോസിറ്റീവ് പറയുന്നവരോട് നന്ദി. കാരണം നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും തോളം വളർന്ന് നിൽക്കുന്നതും കുറച്ച് പേര് അറിയുന്നതും ഒക്കെ. അപ്പോൾ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ല, സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ്സ് പറയുന്നവരുണ്ട്. കാരണം പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാറുണ്ട്. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം, അതിനുള്ള കമൻറ്റ് ബുക്സ്. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് വിടാം. ഞാൻ എന്ത് നെഗറ്റീവ് വന്നാലും ചേച്ചിയുടെ അടുത്ത് പോയി പറയും. പോസിറ്റീവ് വന്നാലും ചേച്ചി ഇങ്ങനെ പറഞ്ഞല്ലോ, അത് മൈൻഡ് ചെയ്യണ്ട. എന്തിനാണ് സിനിമയിലൊക്കെ പാടാൻ അവസരം കിട്ടട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. ആഗ്രഹമുണ്ട്. കാരണം ആഗ്രഹിക്കാത്തവരാരുമില്ല, ആഗ്രഹിക്കാറുണ്ട്. ഞാൻ പാടിയ കൊള്ളാം, ഒരു ചാൻസ് കിട്ടിയ ഇപ്പം സപ്പോർട്ട് ചെയ്തവരും തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതാണ് പറയാനുള്ളത്. തമ്മിൽ പിണങ്ങിപ്പോവല്ലേ കാണാതെ മായല്ലേ കണ്ണേ. ഈ പാട്ട് കേൾക്കാത്ത ആരുണ്ടാവില്ലല്ലേ? എന്നാൽ ഈ പാട്ട് പാടി വൈറലായ ഒരു കൊല്ലം സ്വദേശി ദിയ മറിയത്തിനെ തേടിയാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ദിയയുടെ വിശേഷങ്ങളൊക്കെ അറിയാം. ദിയ ആണ് ഇന്ന് ലെറ്റ്സ് ടോക്ക് മലയാളത്തിൽ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. ദിയ നമസ്കാരം. നമസ്കാരം. നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ദിയയുടെ പാട്ട് കേട്ടു, ഒത്തിരി ഇഷ്ടമായി. അതിനാണ് നമ്മൾ ദിയനെ തേടി പിടിച്ചവിടെ എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പം പെട്ടെന്ന് ഒരു പാട്ട് പാടുന്നു, വൈറലാകുന്നു? ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ആ വാഴ സിനിമ ഇറങ്ങിയ ടൈമിൽ തന്നെ നമ്മൾ ഈ +2 ഞാൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ഇപ്പം ഇച്ചിരി ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടിരിക്കുമ്പം നമുക്ക് ഓട്ടോമാറ്റിക് ഒരു ഫീല് കാണുമല്ലോ. അപ്പോൾ ഈ വാഴ സിനിമ ഫ്രണ്ട്സിൻ്റെയും കൂടെ മൂവിയാന്ന് പറഞ്ഞപ്പം ഇത് കാണാനും അതുപോലെ ആ പാട്ട് പെട്ടെന്ന് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഒന്ന് പാടി നോക്കിയാലോ എന്ന് വിചാരിച്ച് വിട്ടതാണ്. വൈറലാകുമെന്ന് വിചാരിച്ചില്ല. ഈ പാട്ട് വൈറലാകുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. കാരണം കുറേ വീഡിയോസ് നമ്മൾ എന്ന് വിടുന്ന പോലെ തന്നെ ഇട്ടുപോയതാണ്. അപ്പോൾ ഇതിന് മുമ്പ് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്ന ആളായിരുന്നോ? കാരണം തുടക്കത്തിലൊന്നും ഇല്ലെങ്കിലും ഇപ്പം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 1 ഇയർ കഴിഞ്ഞു. അപ്പോൾ ഒന്നും നമ്മളെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഒരു +2 കഴിഞ്ഞപ്പോഴാണ് ടൈം ഉണ്ടല്ലോ, അപ്പം അങ്ങനെ ഇട്ട് തുടങ്ങിയതാണ്. അങ്ങനെ ഇട്ട് തുടങ്ങി പെട്ടെന്നൊന്ന് കയറി റീച്ചായി. പിന്നെ കുറേ മെസ്സേജ് വന്നു, കുറേ പേരുടെ സപ്പോർട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ തുടർന്നും പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ വാഴ 2 മൂവിയിലെ ആക്ടേഴ്സ് കമന്റ് ചെയ്തു. അവർ കമന്റ് ചെയ്തു. അതുപോലെ ആ വാഴ സിനിമയിൽ ആ പാട്ട് പാടിയ ചേട്ടൻ, ആ ചേട്ടൻ എന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടു, ഒരു വോയിസ് ഇട്ടങ്ങനെ അഭിനന്ദിച്ചു. പാട്ട് കേട്ടു. അതുപോലെ ആ ചേട്ടൻ തന്നെ സ്റ്റോറി എടുത്തിട്ടു. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം വേണം. വീട്ടുകാർക്കായാലും നമ്മൾ പ്രൗഡ് ആക്കുക. കാരണം നമ്മൾ 2 പേര് നമ്മൾ സമൂഹത്തിൽ അങ്ങോട്ട് ചെല്ലുമ്പം കുറച്ച് പേര് നമ്മൾ തിരിച്ചറിയില്ലല്ലോ. പണ്ടങ്ങനെ അറിഞ്ഞിട്ടില്ല. അതുപോലെ വീട്ടിൽ ഇപ്പം അമ്മ അതിൽ ഇറങ്ങുമ്പം ചോദിക്കും,
ആണ് ആ പാട്ട് പാട്ട് കാണാറുണ്ട്, പാട്ട് ഇഷ്ടമാണ്, ദിയയുടെ പാട്ട് കേൾക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് പേര് ഞാൻ തന്നെ കണ്ട, ഒരുപാട് ക്രിയേറ്റേഴ്സ് അത് റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ മൂവിയിലെ ആക്ടേഴ്സ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു സന്തോഷം. കാരണം ആ വിക്കി തകി തന്നെ ഇട്ടപ്പം, കാരണം പ്രതീക്ഷിക്കാതെ ഞാൻ അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആ ചേട്ടൻ ഇടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചാൽ അതിൻ്റെ ഇത് കഴിഞ്ഞു, കാരണം ആ ടൈം കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ കസിൻ്റെ വീട്ടിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വിക്കി തകിൻ്റെ വീഡിയോ കണ്ടതും പിന്നെ എനിക്ക് കൂട്ടുകാരെ അയച്ചു തന്നെയാണ്. അപ്പോൾ ഭയങ്കര പിന്നെയും സന്തോഷമായി, കാരണം അത്രയും വലിയൊരു മനുഷ്യൻ ഇടുക എന്ന് പറയുന്നത്. പിന്നെയും കൂട്ടുകാരൊക്കെ പറഞ്ഞ് എടി നീ, അപ്പോൾ ഇന്നെയാണ് സപ്പോർട്ട് കൂടിയത് വിക്കി തകിന്റെ വീഡിയോക്ക് ശേഷമാണ്. കാരണം അത്രയും പിള്ളേർ കാണുന്നുണ്ട് കുറേ, കാരണം ആ പുള്ളിയുടെ വീഡിയോസ് മാത്രം കാണുന്ന കുറേ പേരുണ്ട്. അപ്പം അവരും കൂടെ സപ്പോർട്ട് ചെയ്തപ്പോൾ പിന്നെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. വീഡിയോ ഇട്ടപ്പോഴാണെങ്കിലും ഇങ്ങനെ റീച്ച് ആവും എന്നൊന്നും പ്രതീക്ഷയില്ല. പിന്നെ ആ ഒരു വീഡിയോക്ക് കുറച്ച് എഫേർട്ട് കൂടുതലാണ്, കാരണം അത് ഞാൻ ഒറ്റയ്ക്കാണ് എടുത്തതും. അതിൻ്റെ കാരണം കുറേ പാടെടുത്ത്, കാരണം ആ ഇൻട്രോ ആണ് ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ആ വീഡിയോക്കാണ് ഇൻട്രോ പറയുന്നത്. അത് എടുക്കാനായിട്ടും പാടി വിട്ട്. പിന്നെ എനിക്ക് അത് ഒരു വട്ടം ആ ഇൻട്രോ അതുപോലെ വന്നിട്ടുള്ളൂ. പിന്നെ എത്ര വട്ടം എടുത്താലും ഞാൻ തെറ്റിക്കും. പിന്നെ എനിക്ക് ആ ഇൻട്രോ ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഇട്ടതാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്ന കൂട്ടത്തിലായിരുന്നോ? ഒരിടയ്ക്ക് നമ്മൾ തുടങ്ങിയ ടൈമിലൊന്നും അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടത്തില്ലായിരുന്നു, കാരണം ക്ലാസ് ഉണ്ട്, എല്ലാവർക്കും 2 പേർക്കും ടൈം കിട്ടണം എന്നില്ല. പിന്നെ ഞങ്ങൾ +2 കഴിഞ്ഞ് കുറേ ഫ്രീ ടൈം വന്നപ്പോഴാണ് ഇട്ട് തുടങ്ങിയത്. ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് പാട്ട് പാടി ഇട്ട് തുടങ്ങിയത്. ആ വീഡിയോ റീച്ച് ആവുകയും ചെയ്തു. ഇപ്പം ജീവിതത്തിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ്. അപ്പൊ വീട്ടുകാരുടെ ഒക്കെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട്? അവര് സപ്പോർട്ട് ചെയ്യും, കാരണം പിന്നെ നമ്മൾ പഠിത്തം ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ കൂടെ കൊണ്ടുവന്ന് നല്ല സപ്പോർട്ടീവ് ആയ പേരൻസാണ്. സ്കൂളിലായാലും മത്സരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കയറിക്കോ, നിനക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്തോ, അതാണ്. പിന്നെ അങ്ങനെ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല. പണ്ട് തൊട്ട് പാട്ടൊക്കെ പാടും. പാട്ട് പഠിക്കാറുണ്ടോ? പാട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ നടന്നിട്ടില്ല, പോകാനൊന്നും പറ്റിയിട്ടില്ല. ഓരോരോ സാഹചര്യങ്ങളും കൊണ്ട് മാറിപ്പോവും. പിന്നെ പഠിക്കണം എന്ന ആഗ്രഹമുണ്ട്. എങ്ങനെ ഈ പാട്ടൊക്കെ കാണാതെ പഠിക്കുന്നത്? കാണാതെ പഠിക്കുന്നത് വെച്ചാൽ നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ ഒരു പാട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പഠിക്കും. അത് എത്ര കഷ്ടപ്പെട്ടിട്ടാലും ഞാൻ പഠിക്കും. എത്ര ദിവസം എടുക്കും ഒരു പാട്ട് പഠിക്കുന്നു? അത് ഇത്ര മണിക്കൂറിനുള്ളിൽ, ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇത്ര മണിക്കൂറിനുള്ളിൽ പഠിക്കും. അല്ലെങ്കിലോ ചിലപ്പോൾ 10 മിനിറ്റിലൊക്കെ പഠിച്ചെടുക്കും. 10 മിനിറ്റിനുള്ളിൽ. ഈ തമിഴ് പണിക്ക് പോലെ എത്ര നാൾ കൊണ്ടാ പഠിച്ചത്? അത് ഞാൻ ആ വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടപ്പം എനിക്ക് 2 വട്ടം കേട്ടപ്പം ഇഷ്ടപ്പെട്ടു. അപ്പം ജസ്റ്റ് ഒന്ന് പാടി 1-2 വട്ടം പാടി നോക്കിയപ്പം ആ ലിറിക്സും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചപ്പോൾ പഠിച്ച് പെട്ടെന്ന് അന്ന് തന്നെ എടുത്തു ഇട്ട്. അപ്പൊ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ഈ പാട്ടൊക്കെ പാടി ഇട്ടിട്ടുണ്ട്? അത് ആണ് ഞാൻ എന്ത് വീഡിയോ ചെയ്തിട്ടായാലും എഡിറ്റ് ചെയ്തിട്ടായാലും അമ്മയൊന്ന് കാണിക്കും. അമ്മയാണ് ഫൈനൽ അപ്രൂവൽ തരുന്ന ആള്. എന്നിട്ട് ഞാൻ ഇട്ടിട്ട് പിന്നെ വ്യൂസ് ആയാലും ലൈക്സ് ആയാലും ചോദിച്ചാൽ ഞാൻ പുറകിൽ നടന്നിങ്ങനെ പറയും, അമ്മ എനിക്ക് ഇത്രയും കയറി. പക്ഷെ അന്ന് കയറിയപ്പോൾ നല്ല സന്തോഷമായി. ചേട്ടനായാലും നല്ല സപ്പോർട്ടാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അതൊക്കെ പറയട്ടെ. നമ്മൾ ദിയയുടെ ബാക്കി വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞില്ല, പാട്ടിനെ പറ്റി മാത്രം നമ്മൾ അറിഞ്ഞുള്ളൂ. അപ്പൊ പപ്പയുണ്ട്, പപ്പ ഗൾഫിലാണ്, ഇന്നലെ വന്നതാണ് നാട്ടിലോട്ട്. പിന്നെ അമ്മയുണ്ട്, അമ്മയും ചേട്ടനും ഞാനും ആണ് ഇവിടെ വീട്ടില്. ദിയ എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ +2 കഴിഞ്ഞ്. ഇപ്പൊ പ്ലസ് കഴിഞ്ഞുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് വാഴ മൂവി ഭയങ്കര കണക്ട് ആയിട്ടാണ് ആ പാട്ട് പാടിയത്. ഞാൻ ഒറ്റയ്ക്കല്ല ഒരു വീഡിയോസ് എടുക്കുന്നത്, എൻ്റെ ചേച്ചിയുണ്ട്. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ആ വീഡിയോ ഇട്ടപ്പം ഒറ്റയ്ക്കായിരുന്നു എടുത്തത്. ബാക്കി എപ്പോഴും വീഡിയോ ഇടുമ്പോ ഒറ്റയ്ക്ക് തന്നെയാണ്? ഇല്ല, ഞങ്ങളുടെ ടൈമിങ് പോലെ, ചേച്ചിക്ക് ടൈം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചെടുക്കും. ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ ചേച്ചി ഒറ്റയ്ക്ക് എടുത്ത് വീഡിയോ വെച്ച് തരും, അപ്പം ഞാൻ പോസ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യമായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത് എപ്പോഴാ? എനിക്ക് തോന്നുന്നു 31 ഓഗസ്റ്റ് 2024 അന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു? അന്നേരമൊക്കെ കുറച്ച് ഇച്ചിരി കണ്ടേ ഉള്ളൂ. 10 നമ്മളെ അറിയാവുന്ന കുറച്ച് ആൾക്കാർ, ഫ്രണ്ട്സ്, അങ്ങനെ ഇട്ട് തുടങ്ങിയത്. ഇപ്പം എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഇപ്പം 6,000 സംതിങ് എത്രയോ. അത് ആ പാട്ടിന് ശേഷം വന്നതാണ്. കാരണം ഈ പാട്ട് ഞാൻ ഇടുന്നത് എനിക്ക് തോന്നുന്നു ഒരു ദുഃഖശനി ദിവസം തോന്നുന്നു. അത് പിറ്റേ ദിവസം ഈസ്റ്റർ. അന്ന് ആ തലേ ദിവസം എനിക്ക് 902 ഫോളോവേഴ്സേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന കാര്യം, 902 ഫോളോവേഴ്സ്. ഈസ്റ്ററിന് അന്ന് ഞാൻ പള്ളിയിൽ പോയി. ഞാൻ അന്ന് ആഗ്രഹിച്ചു, അപ്പോൾ ഇത്ര കുറച്ച് ഫോളോവേഴ്സ് കൂടിയാൽ കൊള്ളാമായിരുന്നു.
അപ്പം ഇങ്ങനെ പള്ളി പോയി, പള്ളി കഴിഞ്ഞ് നോക്കിയപ്പം ഇങ്ങനെ ഫോളോവേഴ്സിൻ്റെ കൂടി വന്ന് കിടക്കുന്നു. അപ്പം നോക്കിയപ്പോൾ 1000 കഴിഞ്ഞ്. അപ്പം ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ ഓടിപ്പോയി അമ്മയുടെ അടുത്ത് പറയുകയും ചെയ്തു. അപ്പം ഇങ്ങനെ കൂടി. അപ്പോൾ പിന്നെ വീഡിയോസ് പിന്നെ കുറേ പേര് മെസ്സേജ് ഇട്ട് അങ്ങനെ പാട്ട് കൊള്ളാം, പാട്ട് കണ്ടുവരുന്നു, നല്ല രസമുണ്ട് കേൾക്കാൻ എന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് കൂടി വന്നു. പിന്നെ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ ഫോളോവേഴ്സൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അല്ലേ? ഇപ്പം പാട്ട് പാടാനൊക്കെ ആരാ സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ? സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇപ്പൊ ഇതുപോലെ ഫ്രണ്ട്സൊക്കെ സപ്പോർട്ടായിരുന്നോ? ഫ്രണ്ട്സ് സപ്പോർട്ടായിരുന്നു. കാരണം എന്തൊരാവശ്യം പാട്ട് പാടുകയും ചെയ്യാൻ ഞാൻ അപ്പം പാടും. കാരണം അറിയാതെ പാട്ടായാലും പെട്ടെന്ന് ഞാൻ പാടും. എനിക്കറിയാവുന്നതാണ് എന്തായാലും ഞാൻ പാടിക്കൊടുക്കും. അത് ആർക്കും ഇപ്പോൾ ഒരു കൊച്ചി ഒരു പാടിത്തരുമോന്ന് ചോദിച്ചാൽ ഞാൻ പാടും. അങ്ങനെ ടീച്ചേഴ്സിൻ്റെ ഒക്കെയുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? ടീച്ചേഴ്സ് ഇപ്പം കലോത്സവമൊക്കെ നടക്കുമ്പോഴും പേരെഴുതാറുണ്ട്, അങ്ങനെ പോകാറുണ്ട്. പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്? സബ് ജില്ല പ്രൈസ് ഇഷ്ടം പോലെ ഉണ്ട്, വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ദിയ അല്ലേ? ഇതിനൊക്കെ പ്രൈസ് കിട്ടിയിട്ടല്ലേ? ഞാൻ അങ്ങനെ സബ് ജില്ല കായികമാണ് കൂടുതലും. കാരണം സ്പോർട്സിനോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. സ്പോർട്സിലെ ഏത് ഐറ്റംസ്? ഓട്ടം, റേസിംഗ് ആണ് 200, 400, 800 അതാണ് പോവാറ്. അതിനാണ് പിന്നെ കൂടുതലും കിട്ടിയത്. പിന്നാണ് കലാകാരമായ പാട്ട്, ലളിതഗാനം, അങ്ങനെയുള്ള പാട്ടുകൾ, പിന്നെ കവിത പാരായണം, അങ്ങനെയൊക്കെ. ഇഷ്ടപ്പെട്ട കവിത ഏതാ? ഞാൻ രേണുകയാണ് ഇഷ്ടപ്പെട്ട കവിത. അത് രണ്ടുപേര് പാടാവോ? ഞാൻ അങ്ങനെ വരികൾ മറന്നുപോയി, എന്നാലും കുഴപ്പമില്ല, അറിയുന്ന പോലെയൊക്കെ പാടിയാൽ മതി. രേണുക്കേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു, രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു, പിരിയുമ്പോഴേതാ നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. ഈ പാട്ട് പഠിപ്പിച്ചത് ചേച്ചിയെ. കാരണം ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയാണ് പാട്ട് പഠിച്ചത്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ചേച്ചി തന്നെയാണ്? ചേച്ചി തന്നെയാണ്. കാരണം ഞാൻ എന്തൊരാവശ്യം ഉണ്ടെങ്കിലും അങ്ങോട്ടാണ് ഓടിച്ചില്ലാറ്. ചേച്ചി പാട്ടാണെങ്കിലും എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ചേച്ചിയോടാണ്. ദിയയുടെ ആദ്യത്തെ ഒരു സ്റ്റേജ് ഏതായിരുന്നു? ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ പാടിയത്? ഞാൻ അങ്ങനെ സ്കൂൾ ലെവലിൽ തന്നെ ആയിരിക്കും. പിന്നെ ട്യൂഷനിൽ ഇങ്ങനെ സിഗ്നേച്ചർ അവരുടെ ഫെസ്റ്റ് നടക്കുമ്പം അങ്ങനെ സ്റ്റേജ് പാടിയിട്ടുണ്ട്. ഇപ്പൊ ദിയയുടെ പാട്ടിന് ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ്സ് ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാ നേരിടുന്നത്? പോസിറ്റീവ് പറയുന്നവരോട് നന്ദി. കാരണം നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും തോളം വളർന്ന് നിൽക്കുന്നതും കുറച്ച് പേര് അറിയുന്നതും ഒക്കെ. അപ്പം ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നെഗറ്റീവ്സ് പറയുന്നത് അത് ഓരോരുത്തരുടെ ഒപ്പീനിയനാണ്. അവരുടെ ഇഷ്ടമാണ്, അവരെന്താ പറയുക. പിന്നെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ നടന്നവർ നമ്മളെ മുഖത്ത് നോക്കി നെഗറ്റീവ് പറയുമ്പോൾ ഒരു വിഷമം വന്നിട്ടുണ്ട്. അത് പിന്നെ ഞാൻ കാര്യമാക്കിയില്ല, അങ്ങിട്ട് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ്. അങ്ങനെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്താ ഉണ്ടായത്? അത് കഴിഞ്ഞ ഇപ്പോൾ 1 മാസം ആവുന്നു, ഇങ്ങനെ ഒരു അങ്കിള് എന്നെ ഏറ്റവും അറിയാവുന്നതാണ്. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. അപ്പം പുള്ളി പറഞ്ഞ് ഞാൻ ഈ ഫോളോവേഴ്സും അതുപോലെ ഈ വ്യൂസൊക്കെ ഒപ്പിക്കുന്നത് പൈസ കൊടുത്താണ്, അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ട് കിട്ടത്തില്ല എന്നെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. പക്ഷെ ആ ടൈമിൽ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പക്ഷെ അമ്മയും കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം എന്നാൽ പുള്ളിയുടെ മോളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ടൈമിലൊന്നും എനിക്ക് അങ്ങോട്ട് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അത് ആലോചിച്ചു, അയ്യോ പുള്ളി പറഞ്ഞത് എന്താണ്. പിന്നെ അങ്ങനെ കുറച്ച് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ അങ്കിളിൻ്റെ അടുത്ത് ഇപ്പം എന്താ പറയാനുള്ളത്? ഇപ്പം ദിയയ്ക്ക് പറയാനുള്ള ഒരു അവസരമുണ്ട്. എനിക്കങ്ങനെ ആരോടും ദേഷ്യം വാശിയും ഉള്ള ആളൊന്നുമല്ല. പിന്നെ പുള്ളിയുടെ ഒപ്പീനിയനാണ്, പുള്ളി എന്ത് പറയണം എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരാളുടെ മുഖത്ത് നോക്കി പെട്ടെന്ന് പറയുമ്പോൾ ആൾക്ക് എങ്ങനെ ഫീൽ ചെയ്യണം എന്നും കൂടെ പുള്ളി മനസ്സിലാക്കുക, മറ്റൊരാളുടെ ഇമോഷൻസ് അതിനോട് വാല്യൂ കൊടുക്കുക. പിന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ വീഡിയോ ചെയ്യും. അതാണ് പവർ. കണ്ട, ഇങ്ങനെ ആവണം അല്ലേ? അങ്ങനെ നമ്മള് നെഗറ്റീവ് പറയാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെക്കാൾ കൂടുതൽ ഇതുപോലെ നമ്മളെ നെഗറ്റീവ്സ് പറഞ്ഞ നമ്മൾ കയറി വരുന്നത് അവർക്ക് ഇഷ്ടപ്പെടാറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ ഇരട്ടിയായിട്ട് വീഡിയോ ചെയ്യുക. കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അതാ ഇഷ്ടംപോലെ പേര് നെഗറ്റീവ്സ് പറയുന്നേക്കാൾ കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. നമ്മളെ ഒന്നും പറഞ്ഞ് തളർത്താൻ പറ്റില്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
അവർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ ഇതുവരെ കേട്ട് കളി. അത് വേണം. അതാണ് ഐ എം പ്രൗഡ് ഓഫ് യു മൈ ഗേൾ. ഞാൻ ഹഗ് യു. ഓക്കെ, താങ്ക് യു. അടിപൊളിയായിട്ട് നീ വീഡിയോ ഒക്കെ ചെയ്യണം. ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് നമ്മൾ പല രീതിയിൽ നമ്മളെ പലരും തളർത്താൻ നോക്കും. പക്ഷെ നമ്മൾ അതിലൊന്നും വീടരുത്. എനിക്ക് തോന്നുന്നത് ദിയ അങ്ങനെ വീടിന്റെ കൂട്ടത്തിലല്ല, ദിയ കുറച്ച് വിൽ പവർ ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് അല്ലേ? ഞാൻ ദിയോട് സംസാരിച്ചപ്പോഴാണെങ്കിലും ആദ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ദിയ ഭയങ്കര കൂളായിരുന്നു അല്ലേ? സ്റ്റാർട്ടിങ് ട്രബിൾ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഇപ്പൊ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അങ്ങനെ മറക്കാനാവാത്ത ഒരു ഇൻസിഡന്റ് എന്താ ഉള്ളേ? മറക്കാനാവാത്ത എന്ത് നല്ല ഇതില്ലേ, നല്ല മൊമെന്റ്സ്. നല്ല മൊമെന്റ്സ് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ എല്ലാം നല്ല മൊമെന്റ്സ് ഒക്കെ തന്നെയാണ്. കാരണം സപ്പോർട്ട് ചെയ്യുന്നവരുള്ളതുകൊണ്ട് ടീച്ചേഴ്സ് ആയാലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരും. സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ലുക്സിന്റെ ഒക്കെ പേരിൽ ബുള്ളി ഇല്ല, അത് നമ്മുടെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. എന്നെ അറിയാവുന്നവരായിരിക്കും. പിന്നെ ആ സ്കൂളിലാണ് ഞാൻ എൻ്റെ ചേട്ടനൊക്കെ പഠിച്ചത്. പിന്നെ ഞാൻ ചെറുപ്പം തൊട്ട് അവിടെ ഉള്ള ആളാണ്. ചേട്ടൻ്റെ ഇങ്ങനെ PTA മീറ്റിങ്ങിനൊക്കെ ആയാലും പോവും. അങ്ങനെ നല്ല പരിചയമുള്ളവരൊക്കെയാണ്. പിന്നെ കുഴപ്പമില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ഇല്ല, സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ്സ് പറയുന്നവരുണ്ട്. കാരണം പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം, അതിനുള്ള കമൻറ്റ് ബോക്സ്. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് വിടാം. ഞാൻ എന്ത് നെഗറ്റീവ് വന്നാലും ചേച്ചിയുടെ അടുത്ത് പോയി പറയും. പോസിറ്റീവ് വന്നാലും ചേച്ചി ഇങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ വീഡിയോ മൈൻഡ് ചെയ്യണ്ട. എന്തിനാ? ദിയയുടെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. ദിയയുടെ ഒപ്പം തന്നെ പാട്ട് പാടുന്ന, ദിയയുടെ ഒപ്പം വീഡിയോസ് ചെയ്യുന്ന ഒരാൾ കൂടിയുണ്ട്. നമുക്ക് ആ ആളെയും കൂടി ഇൻവൈറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ ഒരുമിച്ചാണ് വീഡിയോസ് ഒക്കെ ചെയ്യാറല്ലേ? അപ്പം അന്ന് എന്ത് പറ്റി? അന്ന് ആർക്കും ഒരാൾക്ക് അസൗകര്യം വന്നുകൊണ്ട് പെട്ടെന്ന് എടുത്ത് ഒറ്റയ്ക്ക് പാടി ഇട്ടു. ആ വീഡിയോ വൈറലാവെന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല, ആരും പ്രതീക്ഷ, ഞങ്ങൾ രണ്ടുപേരും പ്രതീക്ഷയല്ല. രണ്ടുപേരും എപ്പോഴൊക്കെയാ വീഡിയോസ് എടുക്കാറ് സാധാരണ? ഈവനിങ് ടൈം 9 മണി 10 മണി വരെ ഞങ്ങൾ നീട്ട് പോകും. എത്ര ടേക്കൊക്കെ പോവാറുണ്ട്? ചില പാട്ടൊക്കെ അത് പാട്ടനുസരിച്ച്. ചിലത് ഇച്ചിരി എളുപ്പമുള്ളതൊക്കെ ആണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് പഠിക്കും. പ്രതീക്ഷിക്കാതെ ചിലപ്പം ഫസ്റ്റ് ടേക്കിനൊക്കെ അങ്ങ് ശരിയാവും. ചിലത് എടുത്തെടുത്ത് മടുക്കും ഞങ്ങള്. പിന്നെ ഞങ്ങള് വേണ്ടാന്ന് വെച്ച പാട്ടുകളുണ്ട്. ഞങ്ങൾക്കൊരു റൂമുണ്ട്, അവിടാണ് ഞങ്ങൾ എടുക്കാറ് സാധാരണ. ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സ് ആണോ? ഞങ്ങള് വീടെടുത്തായത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിപ്പോ വീട്ടുകാരായാലും ഭയങ്കര കമ്പനിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എടുക്കും. ഇപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പിന്നെയും കട്ട് ചെയ്യും, പിന്നെയും എടുക്കും. ഇത് തന്നെ ഒരു 5-6 വട്ടമൊക്കെ എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് കോമഡി, കുറേ തമാശകൾ, അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയാണ് കുറേ വീഡിയോ ഒക്കെ ഇങ്ങനെ നീണ്ടു പോകും. കുറെ വീഡിയോ ഡ്രാഫ്റ്റിലും കിടപ്പുണ്ടാവും. പിന്നെ സത്യം പറ, ഡ്രാഫ്റ്റിൽ എത്ര വീഡിയോ കിടപ്പുണ്ട്? ഫോണിലാണ് സാധാരണ വീഡിയോ എടുക്കാറ്. ഇടയ്ക്കിടയ്ക്ക് എന്റെ ഫോണിൽ നിന്ന് ഫുൾ അങ്ങ് കളഞ്ഞു. പിന്നെ ആദ്യമേ ഞങ്ങള് പിന്നെ ഒരു വട്ടം കളഞ്ഞു പോയപ്പോ പിന്നെ ഞങ്ങൾ 2 ഫോണിൽ നിന്നും ട്രാൻസ്ഫർ എടുക്കുന്ന അപ്പോഴേ ട്രാൻസ്ഫർ ചെയ്ത് 2 ഫോണിലും ആക്കും. പിന്നെ അതങ്ങനെ ഒരു പാറ്റേൺ 2 ഫോണിലും കാണും നമ്മൾ എടുക്കുന്ന പാട്ട് 2. ഇപ്പൊ ലാസ്റ്റ് പഠിച്ച പാട്ട് ഏതാ? ലാസ്റ്റ് ഇപ്പൊ എനിക്ക് ഒരാഴ്ചയായിട്ട് ഞങ്ങൾ വീഡിയോ ഇടുന്നില്ല. ചോദിക്കുന്നവരുണ്ട്, ചോദിക്കുന്ന ഇഷ്ടംപോലെ പേരുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ഇനിയൊരു വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും നാളെ മറ്റന്നാളെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാം. ഇപ്പം ദിയയുടെ വ്യൂവേഴ്സിന്റെ ശ്രദ്ധിക്ക് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം രണ്ടുപേരും ഒരുമിച്ച് കിട്ടിയ സ്ഥിതിക്ക് രണ്ടുപേരും കൂടി ഇപ്പൊ ഒരു പാട്ട് പാടാവോ? അപ്പൊ നമുക്ക് ഇവരുടെ ഒരു പാട്ട് കേട്ടാലോ? 3, 2, 1. ഹേ തൂക്കി ചുവന്ന കരങ്ങളോടെ, തൂക്കി ചുവന്ന കരങ്ങളോടെ, തൂക്കി ചുവന്ന കരങ്ങളോടെ, തൂക്കി 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 ചുവന്ന കരങ്ങളോടെ, തൂക്കി ചുവന്ന കരങ്ങളോടെ, തൂക്കി ചുവന്ന കരങ്ങളോടെ, തൂക്കി ഇവനെ മവളെ മവരെ പൂട്ടി, മകനെ ഇടതും വലതും പൂട്ടി, മഴനാഴിഴയും വഴിയും പൂട്ടി, തൂക്കി തൂക്കി ഇവനെ മവളെ മവരെ പൂട്ടി, മകനെ ഇടതും വലതും പൂട്ടി, തലനാഴിഴയും വഴിയും പൂട്ടി, തൂക്കി തൂക്കി. കള്ള നല്ല പാട്ടായിരുന്നു. അപ്പൊ ഇനി അടുത്ത എന്താ പരിപാടി? അടുത്ത വീഡിയോസിനെയും ഞങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് ഇടണമെന്നുണ്ട്.
അപ്പം ഇപ്പം സപ്പോർട്ട് ചെയ്തവരും തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതാണ് പറയാനുള്ളത്. പറയാനുള്ളത്. ഇനിയിപ്പം അടുത്ത വീഡിയോ ഏതാ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ പാടാനായിട്ട്? ഇങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല, പിന്നെ കുറച്ച് പാട്ടൊക്കെ ഇങ്ങനെ നോക്കി വെക്കും. ഇത് പാടാം. ഏത് ടൈപ്പ് പാട്ടൊക്കെയാ കൂടുതലും നോക്കാറ്? ഞങ്ങൾ ആദ്യമൊക്കെ ഫുൾ മെലഡി ടച്ച് ആയിരുന്നു, പിന്നെ എല്ലാം ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും ഏതായാലും ഇപ്പം പാടുന്നുണ്ട്. ഏത് പാട്ടായാലും ഇംഗ്ലീഷ് നോക്കിയില്ല. അല്ല, ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എന്നോട് പറയണത് ഇംഗ്ലീഷ് പാട്ട് പിന്നെ പഠിച്ചു. നോക്കി വെച്ചിട്ടുണ്ട്. ആണോ? ഇംഗ്ലീഷ് പാട്ട് എന്നാ ഒരു ഇംഗ്ലീഷ് പാട്ട് കേൾക്കാം. അയ്യോ, ഞാൻ പഠിച്ചില്ല ചേച്ചി. ഞാനിത് ആദ്യം ഞാൻ നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ എന്തുവാ ഈ മറ്റേ പറയുന്നെ? നമ്മൾ അന്നൊരു പാട്ട് പറഞ്ഞില്ലേ, എന്താ മൈക്കൽ ജാക്സണോ ചേച്ചി എന്നോട് പറഞ്ഞത്? മൈക്കിൾ ജാക്സൺ. ഇറങ്ങിയപ്പോ അത് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് പാടി. ഞാൻ രണ്ടു പാട്ട് കേട്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഞാൻ ഇപ്പൊ ഒരു പാട്ട് നോക്കിയിട്ടുണ്ട്, മറ്റേ അഴകേ അഴകേ, ഞാൻ ഇന്നല്ലേ കാണിച്ചേ, മറ്റേ എന്തുവായിരുന്നു, നനവേകാതെ ഉയിരേ ഉയിരേ ഉയിരേ. അത് പാടണം എന്നുണ്ട്. പാടിക്കോ. അല്ല, അത് പാടി ഇടണം എന്നുണ്ട്. പാടിയിടണം. വേറെ ഏത് പാട്ട് പഠിച്ചേ? പിന്നെ കുറേ പാട്ടൊക്കെ ഇടാറുണ്ട് നമ്മൾ. അപ്പം ആ ഒരു നമ്മൾ ആ വീഡിയോ എടുക്കുന്ന സെക്കൻഡിൽ കുറേ പാട്ടിങ്ങനെ വരുമല്ലോ, അത് ഏതായാലും ഒക്കെ അങ്ങ് പാടിയിരുന്നേ. ഫീൽഡിൽ കാണുന്ന പാട്ട്. പിന്നെ ഓഡിയൻസ് റെക്കമെൻഡ് ചെയ്യാറുണ്ടോ? റെക്കമെൻഡ് ചെയ്യുന്ന പാട്ട് ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പം കണ്ടിന്യൂ ആയിട്ട് കുറച്ച് പേര് പറഞ്ഞു ഇന്ന പാട്ട് പാടണം, അങ്ങനെയാണ് കുറച്ച് പാട്ടൊക്കെ പാടി ഇട്ടേക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് എങ്ങനെ ഓഡിയൻസ് പറഞ്ഞ ഏത് പാട്ടാ പാടി? റീസെൻ്റ് ആയിട്ട് ഏതാ, പൂക്കൾ പൂക്കും അവർ പറഞ്ഞു ഇട്ടതാ. പിന്നെ പവിഴമഴ. പവിഴമഴ, അതൊക്കെ അവർ പറഞ്ഞിട്ടിട്ടതാ. വീട്ടിൽ നിന്ന് ഇപ്പൊ ചന്ദനയുടെ വീട്ടിൽ നിന്നാണെങ്കിലും എങ്ങനെയാ വീഡിയോസ് എടുക്കാനും പാട്ട് പാടിയിടാനൊക്കെ? അവിടെ ഫുൾ സപ്പോർട്ടാണ്. ഇവള് വരുമ്പോഴേ പാട്ട് ഇന്നും പാട്ടുണ്ടോന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് അകത്ത് പോവും. പിന്നെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യത്തില്ല, വെള്ളമൊക്കെ കൊണ്ട് തിരിടങ്ങി. ചന്ദനയുടെ വീട്ടിലാണ് കൂടുതലും പാട്ട് വീഡിയോസ് എടുക്കാറവിടെ. വീഡിയോസ് എടുക്കാറ് അവിടെയാണ്. അപ്പം ഇതുപോലെ ടീച്ചേഴ്സിന്റെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഞാൻ ടീച്ചേഴ്സിന് എടുക്കാനും പറഞ്ഞിട്ടില്ല. ഫ്രണ്ട്സ് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ രാവിലെ എന്നും ഞാൻ ക്ലാസ്സിൽ രാവിലെ ചെല്ലുമ്പോൾ ഇന്നലത്തെ പാട്ട് കേട്ടിട്ടുണ്ട്. ചിലർ നല്ലതാണെങ്കിൽ നല്ല റിവ്യൂസ് പറയും. പിന്നെ മെസ്സേജ് കണ്ടിട്ട് ഉടനെ മെസ്സേജ് അയക്കുന്നവരുണ്ട് കുറേ പേര്. ട്രോളൊക്കെ വരാറുണ്ടോ? ട്രോളൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. അതിനെങ്ങനെയാ ഫേസ് ചെയ്യുന്നത്? ട്രോള് വരുന്നത് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന തൊട്ടല്ലേ, അങ്ങനൊരു സ്പിറ്റിലങ്ങ് എടുക്കും. സ്പിരിറ്റിലൊക്കെ എടുത്താ ഇങ്ങനെ ഇപ്പൊ ട്രോള് വരുമെന്ന് പേടിച്ചിട്ടേ പലരും പാടാണ്ടൊക്കെ ആയിരിക്കും. ചിലപ്പോ വീഡിയോസ് ഇപ്പം എടുത്തു വെക്കും, പക്ഷെ ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പേടിയായിരിക്കും. ഉണ്ട്, ഇവക്കുണ്ട്. ഓരോന്നെടുത്തിട്ട് ഇത് ട്രോള് വരും, ഇത് നമുക്ക് ഇടണ്ട കേട്ടോ എന്ന് പറയും. അങ്ങനെ ചില വീഡിയോസ് ഒക്കെ അങ്ങനെ ഇപ്പൊ പേടിച്ചിട്ട്, ഇപ്പം എനിക്ക് പാടാനറിയാം പക്ഷെ എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ ട്രോള് വരുന്നൊക്കെ പേടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഇടാണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവരുടെ അടുത്ത് നിങ്ങൾ കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും? ഞങ്ങൾക്കും പേടി ഉണ്ടായിരുന്നു, ഇപ്പൊ പേടി മാറി വരുന്നതേ ഉള്ളൂ. കുഴപ്പമില്ല, സ്റ്റാർട്ട് ചെയ്തോണ്ട് സ്റ്റാർട്ടിങ് ട്രബിളേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ കുഴപ്പമില്ല. പിന്നെ ചെയ്യാം, നമ്മുടെ ചാനല്, നമ്മുടെ ഇഷ്ടം, നമ്മളല്ലേ പാട്ട് പാടുന്നത്, അത്രേ ഉള്ളൂ. പറയുന്നവരൊക്കെ പറഞ്ഞിട്ട് നോക്കുള്ളൂ, നമ്മളത് മൈൻഡ് ചെയ്യരുത്. പാടുക, ഇടുക. പിന്നെ ചിലതൊക്കെ നല്ലതാവും, ചിലത് ചീത്തയാവും. അപ്പൊ ഇങ്ങനെ ഡ്രാഫ്റ്റിൽ ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ എടുത്തു വെച്ചിരിക്കുന്ന ആ സുഹൃത്തുക്കൾ ഉടനെ തന്നെ അത് പോസ്റ്റ് ചെയ്യുക, വരുന്നത് വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ എനിക്ക് പറയാനുള്ള 2-3 പേരുണ്ട്. കാരണം അവര് കാരണമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. പിന്നെ ഇൻസ്റ്റയിൽ ലൈവൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവരുടെ കൂടെയാണ് ഈ പാട്ടൊക്കെ പാടുന്ന ചേട്ടന്മാർ. ഷെബിൻ ഏഞ്ചൽ എന്ന് പറയുന്നൊരു ഇൻസ്റ്റ ഒക്കെ ഉണ്ട്. പിന്നെ ബിയ റോസി, ഇവരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യാറ്. കാരണം എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും അവരോടാണ് ചേട്ടാ ഇതെന്താ ഇങ്ങനെ, ചേട്ടാ കാരണം റവന്യൂവിൻ്റെ ഒക്കെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചോദിച്ചാൽ എൻ്റെ ഇങ്ങനെ ക്യാൻസലായിട്ട് കിടക്കുക, അതെന്തോ ചെയ്യണം എന്നൊക്കെ ഞാൻ അവരോടാണ് വിളിച്ച് ചോദിക്കാറ്. പിന്നെ യൂട്യൂബ് തുടങ്ങാൻ എനിക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു. കഴിഞ്ഞ മാസമാണ് തുടങ്ങി. അപ്പം ഞാൻ അത് ചേച്ചിയോട് ചോദിച്ച്, ചേച്ചി എനിക്ക് യൂട്യൂബ് തുടങ്ങണം എന്നുണ്ട്, അപ്പോൾ തുടങ്ങട്ടെ, എന്തുവാ പ്ലാൻ? പറഞ്ഞാൽ എടി മോനെ തുടങ്ങാനുണ്ടെങ്കിൽ അപ്പം അങ്ങ് തുടങ്ങിക്കോണം, പിന്നത്തേന് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു ആ സെക്കൻഡ് ഞാൻ തുടങ്ങി. എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതിലിപ്പോൾ എങ്ങനെ കണ്ടന്റ്? അതിപ്പോൾ 606 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ. റീസെൻ്റ് ആയിട്ട് തുടങ്ങിയത്. 1 month ആയോ? 1 month. അല്ല ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങുന്നുണ്ടോ അതോ? അല്ല, അത് തുടങ്ങി. നമ്മൾ ഇൻസ്റ്റ ഇടുന്ന പോലെ തന്നെ യൂട്യൂബിലും ഇട്ട് തുടങ്ങുന്നുണ്ട് കൺസിസ്റ്റന്റ്. അപ്പൊ ഇനി ഒരു വീഡിയോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആകണം എന്നാണോ ആഗ്രഹം,
അതോ ഏറ്റവും വലിയ ഡ്രീം എന്താ, ഇനി ഒരു സിനിമയിൽ പാടണം എന്നോ അങ്ങനെ? അങ്ങനെ ഒരു ഇടയ്ക്കൊന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചായിരുന്നു. കാരണം ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് നമ്മളിത് പാടാൻ കിട്ടിയാൽ കൊള്ളാലോ. അങ്ങനെ സിനിമയിലൊക്കെ പാടാൻ അവസരം കിട്ടട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. കാരണം ആഗ്രഹിക്കാത്തവരാരുമില്ലല്ലോ. ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ പാടിയാൽ കൊള്ളാം, കിട്ടിയൊരു ചാൻസ് കിട്ടിയാൽ പോവും. ഏറ്റവും ഫേവറേറ്റ് സിംഗർ ആരാ? അത് വിജയ് ഇഷ്ടം, വിജയ് പ്രതാപ്. പിന്നെ ആരെ ഇഷ്ടം? പിന്നെ ഹരിശങ്കർ. അയ്യോ കെ എസ് ഹരിശങ്കർ. ചേട്ടനെ ഞാൻ ആരുടെ ഒരു ഭയങ്കര big ഫാനാണ്. fan? കെ എസ് ഹരിശങ്കർ. പിന്നെ ഷാൻ റഹ്മാൻ, പിള്ളേരൊക്കെ ഭയങ്കര ഫാനാണ്. ഇവരുടെ എല്ലാം ഭയങ്കര ഫാനാണ്. ഇപ്പം ആരുടെ കൂടെ പാടണം എന്ന് ആഗ്രഹം? ഇപ്പം ഇന്ന ആളുടെ കൂടെ എനിക്ക് പാടണം ഭയങ്കര ആഗ്രഹം, അങ്ങനെ ഒരാളുണ്ടാവില്ല? അത് ഷാനിക്കായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് പുള്ളിയുടെ കൂടെ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് പാടാൻ പറ്റണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരു പാട്ടെങ്കിലും പാടണം എന്ന് ആഗ്രഹമുണ്ട്. ഹരിശേട്ടൻ്റെ കൂടെ ആയാലും കിട്ടിയാൽ പാടും. ഒരു വേദി പങ്കിടണം എന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. പിന്നെ ആരാ ഉള്ളേ? ചേച്ചിക്ക് ദേന്റെ പറഞ്ഞു. ചന്ദനേന്റെ ആഗ്രഹം എന്താ? എനിക്ക് അങ്ങനെ വലിയ എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ അവസരം കിട്ടുമ്പോൾ ആരാ പാടാത്തത്? ഞാൻ പാട്ട് പാടുന്ന ഇഷ്ടമാണ്. ചേച്ചി പാട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? എത്ര കാലം പാട്ട് പഠിച്ചു? ഞാനൊരു 8 വർഷം പാട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്ന് മടക്കി വെച്ചിരുന്നതാ. അതെന്താ മടക്കി വെച്ചേ? എനിക്ക് ഒറ്റയ്ക്ക് തുടങ്ങാൻ ഒരു പേടിയായിരുന്നു. ഈ സ്റ്റേജ് ഞാൻ introvert ആണ്. സ്റ്റേജ് ഫിയർ നല്ല ഉണ്ടായിരുന്നു. പിന്നെ ഇവളെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ തുടങ്ങിയതാണ്. ഇപ്പോൾ മാറി വരുന്നെന്ന് തോന്നുന്നു എനിക്ക്. അപ്പൊ നമ്മള് ദിയേനെയും ദിയയുടെ ഫ്രണ്ടിനെയും പരിചയപ്പെട്ടു. ഇനി നമുക്ക് അടുത്തത് പരിചയപ്പെടാനുള്ളത് ദിയയുടെ അച്ഛനെയും അമ്മേനെയാണ്. അപ്പൊ നമുക്ക് അവരെയും കൂടി വിളിക്കാം. മക്കളുടെ വീഡിയോ ഒക്കെ വൈറലായി നിൽക്കുകയാണ്. അപ്പൊ ആസ് എ പാരന്റ്സ് ഇപ്പൊ എന്താ തോന്നുന്നേ? ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഹാപ്പിയാണ്. ഇവിടെ ഇങ്ങനെ ചെറുപ്പം തൊട്ട് പാട്ടൊക്കെ പാടും? ഇല്ല, കൊച്ചുമോള് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അവള് പാട്ട് പഠിച്ചിട്ടില്ല. പിന്നെ അവള് സ്വയമായിട്ട് ഈ പാട്ട് കേട്ട് അങ്ങനെ പഠിച്ചതാണ്. പിന്നെ അങ്ങനെ പഠിച്ചത് സ്കൂളിൽ ഈ കവിതാ പാരായണം മറ്റേതൊക്കെ വരുമ്പോഴും കൊച്ചുപ്രായര് 8-ലും 9-ലൊക്കെ അവിടെ വന്നിട്ട് മോള് ചെങ്ങന്നൂര് എൻ്റെ വീട്, എൻ്റെ പേരൻസ് ആയിരുന്നു അവിടെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ചെറിയ പാട്ടുകൾക്കൊക്കെ നല്ല ഈ നമ്മുടെ മറ്റേ വേറൊരു പാട്ടുണ്ടല്ലോ, നമ്മുടെ മണിച്ചേട്ടൻ പാടുന്ന അതുപോലത്തെ ആ പാട്ടുകളൊക്കെ നല്ലതായിട്ട് പാടും. നാടൻ പാട്ട് അതൊക്കെ നല്ലതായിട്ട് നാടൻ പാട്ടൊക്കെ നല്ലതായിട്ട് പാടുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പാടി അങ്ങനെ പിന്നെ പള്ളികളിൽ സൺഡേ സ്കൂളൊക്കെ പാടുമായിരുന്നു, കുറേ നിൽക്കുമായിരുന്നു. അങ്ങനെയൊക്കെ പാടി തന്നെയല്ല അവളെ പ്രത്യേകിച്ച് വീട്ടിൽ പഠിപ്പിച്ചില്ല. പിന്നെ ചന്ദന കുറച്ച് നാൾ മോള് പഠിച്ചതാ. പിന്നെ ഇവിടെ നടത്തി ഇങ്ങനെ കുറേ പ്രാക്ടീസൊക്കെ ഭയങ്കര ഉച്ചത്തിലുള്ള സൗണ്ടൊക്കെ ചിലപ്പോൾ ഞാൻ നോക്കും എന്തുവായിരുന്നു. ഇപ്പം രണ്ടുപേരും പക്ഷെ കുഞ്ഞുങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നല്ലതായിട്ട് നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട് തന്നെ അവർ ഇത് ചെയ്യുന്നത്. ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് പഠിക്കാനുണ്ട്. ആ കൂട്ടത്തിൽ 2 എക്സാം സമയത്തും ഒക്കെ വരുമ്പോൾ ആ സമയത്തൊക്കെ അവർക്ക് നല്ല ടെൻഷനുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക് അറിയാമല്ലോ എക്സാം സമയത്ത് ആ സമയത്തൊക്കെ അവർ ഒത്തിരി ടെൻഷനൊക്കെ എടുത്താൽ ആ കൂട്ടത്തിലും പോലും അവർ നല്ലതായിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്തത് ഇത്രയൊക്കെ ആക്കിയെടുത്തവർ. അതിൽ ഞങ്ങൾ അവർക്ക് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അതിനെ ഇമ്പ്രൂവ് ചെയ്തെടുത്ത് അത് നമുക്ക് ചെറുപ്പത്തിൽ തൊട്ടേ ആ വേരിയേഷൻ നമുക്ക് മനസ്സിലായി. ഇവിടെ പിന്നെ ഇവിടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇവിടെ. അപ്പം നമ്മളത് കേട്ടിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ട് അതിൻ്റെ വേരി ചെയ്യുന്നതിനെ പറ്റി. അപ്പോൾ ഇവർക്ക് നന്നായിട്ട് ഈ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോഴേ. എപ്പോഴും ഒന്നും കേൾക്കാൻ പറ്റില്ല, വല്ലപ്പോഴും ഒന്ന് കിട്ടും. വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അച്ഛൻ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മയാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. എങ്ങനെയാ ദിയനെ സപ്പോർട്ട് ചെയ്യാറ്? കാരണം അത് നമ്മൾ കൂടുതൽ അവളോട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കറക്ഷൻസ് നമുക്ക് അറിയാവുന്നില്ല. ഞാൻ വലുതായിട്ട് പാട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമുക്കറിയാമല്ലോ, നമുക്ക് ഒരുപാട് പാടുമ്പോൾ ചെറിയ തെറ്റുകൾ ചിലതൊക്കെ മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ പറയും. തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും തെറ്റുണ്ട്, ഇപ്പം എക്സ്ട്രാ മ്യൂസിക് സൗണ്ടൊക്കെ എക്സ്ട്രാ കൂടുതലായിട്ട് പറഞ്ഞാൽ ഞാൻ പറയും അങ്ങനെ ഉണ്ട്, അത് മാറ്റണമെന്ന് പറയും. ഇനിയിപ്പോൾ അടുത്ത എന്താ
പ്രതീക്ഷിക്കുന്നത്? അവരിത് മുമ്പോട്ട് കൊണ്ടുപോകട്ടെ എന്നുള്ളത് തന്നെ. കാരണം ദൈവം കൊടുത്ത ഒരു കഴിവാണ് അവർക്ക് രണ്ടിനും. ഈ ഒരു കഴിവ് നമുക്ക് എല്ലാവർക്കും കിട്ടത്തില്ലല്ലോ. പിന്നെ അവർക്ക് ഇത്രയും ദൈവം കൊടുത്ത കഴിവിനെ അവരത് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകട്ടെ, സ്റ്റോപ്പ് ചെയ്യാതെ കൊണ്ടുപോകട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തമ്മിൽ പിണങ്ങിപ്പോകല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്കു നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ, ഹൃദയം മുറിയും അഴല് വെന്താലും മകനേ പുറമേ കരയിലേതാലും. നമ്മൾ ദിയയുടെയും ചന്ദനയുടെയും വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ ദിയയുടെ ഇനി ഏറ്റവും വലിയ ആഗ്രഹമാണ് സിനിമയിൽ പാട്ട് പാടുക എന്നുള്ളത്. അതെന്തായാലും സംഭവിക്കട്ടെ എന്ന് ലെറ്റ്സ് ടോക്ക് മലയാളത്തിൻ്റെ പേരിൽ ഞങ്ങൾ ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. നന്ദി.